என்னைய யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்தேன்? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பதான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. ഞാൻ പോവൂല. ആരാ മനസ്സിലായില്ലേ? കാർത്തുമ്പി. ആരും കാർത്തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുപ്പി. നിന്റെ പേര് പോലും എനിക്കറിയില്ല. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതായി വെച്ച് എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്കും. അയാൾ ആ ഷാപ്പിലുണ്ട്. വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണെന്ന് വെച്ചാ. അമ്മാവ ഞാൻ എന്തൊക്കെയാ പറയുന്നു? മര്യാദയ്ക്ക് സംസാരിക്കാൻ ചവിട്ടിയത് ഇയാളാണ്. ഈ പെണ്ണിന്റെ കാശ് അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയത് ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. ചിനങ്ങാരി പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ്. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആരാണെന്ന് തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണ്? തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു. കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ദൈവം അങ്ങോട്ട് നോക്ക്. യോ ദേ എവിടെ എന്നെ നോക്കി ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ് என்ன தெரியுமா? என்ன അറിയുമോ? എടി അറിയുമോന്ന്? കത്തി താഴെയിടൂ, കത്തി താഴെയിടൂ. ഇല്ല അറിയില്ല. Do you know me? അറിയുമോന്ന് ചോദിക്കണേ. അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മൾ സിസ്റ്റേഴ്സ് നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മൾ സഹോദരിമാരാണെന്നാ ചോദിച്ചത്. അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നീങ്ക ഒരു വീട്ടിലെ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്. കാപ്പിയുണ്ട്, മതിയോ? മട്ടത്തിൽ പറയാടി, പാലില്ലേ കുടിക്കൂ. നീങ്ക ഒരു വീട്ടിലാണോ താമസം? ആഹാ, എന്നെ ഒറ്റുമൈ. യോ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഇന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് വരെ ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായമൊന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, ഫ്രീ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരേണ്ടത്? இன்னைக்கு ஷூட்டிங் மத்தியானம் வரைக்கும் தான். Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം കഴിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you.
ഇതെന്റെ ഭർത്താവ്. എന്നെ വിധവയാക്കരുത്. സുമംഗലിയായിരിക്കാൻ അനുഗ്രഹിക്കണം. എന്റെ ഭർത്താവിന് ഒന്നും ചെയ്യരുത്. അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? രണ്ടുപേരും എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല. അല്ല ഇതൊക്കെ തന്നെ. അതെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. എങ്കിൽ എനിക്ക് പോവാലോ. ഞാൻ പോകുന്നു. എനിക്ക് സംസാരിക്കണമെന്നാണ് ഞാൻ വിളിച്ചിട്ടാ മീര വന്നത്. അതിനിടെ വലിയ വന്നതിനാ അമ്മാവിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവിടുന്ന ഇവിടെ ശരിക്കും വലിയ കയറി വന്നത് ആരാ? ഞാനാണോ? അമ്മാവിനെ എഴുന്നള്ളിപ്പിച്ചുകൊണ്ടുവന്ന ആരാ? ഞാനാണോ? പറ, ഞാനാണോ? ഇത്തിരി ലിറ്റററി സെൻസുള്ള ഏത് ദരിദ്രവാസിക്ക് മനസ്സിലാവും ഞാനും മീരയും തമ്മിലുള്ള ബന്ധം? പിന്നെ ഒരു ബന്ധമില്ല. ഞാൻ കൃഷ്ണൻ, പണ്ടേ കൃഷ്ണ ഭക്തയ മീര. വെറും ഭക്തയല്ല, സാക്ഷാൽ കാമുകി ഭാവമുള്ള ഭക്ത. മനസ്സിലായ? സമ്മതിച്ചു. പക്ഷെ ആരായി കൃഷ്ണൻ? സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വെറും ഒരു മൈനർ മനുഷ്യാവതാരം മാത്രമാണ് ഈ കൃഷ്ണൻ. മീര ആരാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനാണ്. അതായത് മഹാവിഷ്ണു എന്ന ഹരി, ഹരി എന്ന മഹാവിഷ്ണുവിനെ തന്നെ. അത് സാക്ഷാൽ ഹരി മാത്രം തീരുമാനിച്ച പോലെ മീരയും തീരുമാനിക്കണം. മീര എന്ന് തീരുമാനിച്ചു കൃഷ്ണന്റെ അല്ല ഹരിയുടെ കൃഷ്ണന്റെ അല്ല ഹരിയുടെ പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴക എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നും മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകാൽ എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചോലിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി വിട്ടുമായ പറയണില്ല. അടിച്ചോളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാണോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. എന്താടി ചുന്തിരിമണി? തെപ്പ ചൂടാവാൻ ഈ സാധനം. ആ കാപ്പിനോളായോ? കോപ്പി ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം പണ്ടാരം. കുറെ നേരായില്ലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിങ്ങൾ കുറച്ചേരം ഒന്ന് ഉണ്ടി നോക്ക്. എന്താ 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 നീ കിടന്ന് ഒടിയണേ? ആവണു, ഇപ്പൊ ശരിയാക്കി തരാം. ഈ കാപ്പി എന്ന് പറഞ്ഞ വെറും കാപ്പിയല്ലല്ലോ. എടി പിന്നെ കുളിമുറിയിലേക്ക് ചൂടുവെള്ളം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്ക? ഇന്നലെ നീ എന്തെല്ലാം ഉണ്ടാ പപ്പടം കാച്ചത്? വെറുതെ മോളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരിക. കേശവനാര് കളത്തിന്നുണ്ടെന്നാൽ അസല വെളിച്ചെണ്ണയാ ചക്കിലാട്ടിയത്. എന്നാ എണ്ണയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. പാറോമയ്ക്ക് നീ എന്തെണ്ണെ പിടിക്കുക? ഇയാള് കരിച്ചാത്തറയെന്ന് കൊണ്ടുവന്ന എള്ളെണ്ണയ്ക്ക് എന്തോ ദോഷം പറഞ്ഞൂലോ. ദോഷമുള്ളത് കൊണ്ട് തന്നെയാ പറയണത്. കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ല, കോങ്കണ്ണിയമ്മേ പിച്ചതരി. ഞാനൊന്നും പറഞ്ഞില്ലേ. കുട്ടി എന്താ ചേച്ചി? കുട്ടി ഇതിനു മുമ്പ് വേറെ
ജോലി ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോട് എങ്ങനെയായിരുന്നു പെരുമാറ്റം? ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നത്. പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ. അല്ല, കുട്ടി എന്തിനാ സാരി ധരിച്ചിരിക്കുന്നത്? അയ്യോ, എന്താ? സാരിയേക്കാൾ ഐശ്വര്യം ചുരിദാറാണ്. ശരീരം മുഴുവൻ കവർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല കേട്ടോ, അതൊരു ഐശ്വര്യം. അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം? അതെ. എന്ത് ചേച്ചി? കുട്ടിക്ക് അറിയോ, വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ നിന്ന് ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. കഷ്ടം. ഈശ്വര, ഇങ്ങനെ ഒരു പ്രാന്തം വായി നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. അച്ഛന് പറഞ്ഞിട്ടുണ്ടല്ലോ, പഠിക്കുന്ന വലിയതോ സ്ഥലത്താണ്. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലോ അല്ലേ. ഹൈറ് പയ്യാൻ പറ്റാന്നുള്ള വീട് പറമ്പുള്ള ഓള് കൺമശി ഓളുക്ക് മാണ്ട തക്കാളി ചോപ്പുള്ള ചുണ്ട് ചില്ലിന്റെ കൂട്ടില് വെക്കാം. ഓളെ കണ്ടപ്പോ തന്നെ പിരാന്തായി. ഓള നോക്കിയാ കൂതി മാറൂല. കാക്കാന്റെ വീടിയതാ കട്ടൻ. കട്ടപ്പോ നെഞ്ചു പിടഞ്ഞേ മൊത്തത്തിലാകെ തളർന്നേ. നിക്കാൻ കയ്യല്ലേ റബ്ബേ, മതിലെ റബ്ബയെ കാത്ത് എനക്കോടെ കെട്ടണമല്ല. ഈ കാര്യം പരിഗണിക്കപ്പ ഈയെല്ലാം കാലപ്പനക്ക് കൈവിട്ട് പോവറേ അല്ല അല്ല. കൽക്കണ്ട കനിയെ നിന്നെ കണ്ട തൊട്ടെന്നെ കാറ്റാനോ കൊടുങ്കാറ്റാനോ വന്നു വീശിയത്. മംഗലം കഴിക്കാം നിന്നെ മണവാട്ടിയാക്കാം എന്നെ കൽവിലെ ഊരിയാവാൻ പോരുന്നു നീ.
മിഴിമുന